89.6 FM Sargakshetra. SK Junction. ഗുഡ് മോർണിംഗ്. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് അന്ന. നമുക്കറിയാം, കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഓരോ നിമിഷത്തിലും പലതരത്തിലുള്ള പദ്ധതികൾ കുടുംബശ്രീ ഭാഗമായിട്ട് വരുന്നുണ്ട്. നമ്മൾക്ക് പക്ഷേ ഇതിനെ പറ്റിയിട്ടൊന്നും അറിയാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷനിൽ നമ്മൾ ആ കുറവ് നികത്താൻ പോവാണ്. ആൻഡ് കുടുംബശ്രീ വേറെ ലെവലാണ് എന്ന SK ജംഗ്ഷന്റെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് നമ്മൾ വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് കുടുംബശ്രീയെ പറ്റിയിട്ട് സംസാരിക്കാൻ എന്നോടൊപ്പം ഒന്നല്ല 2 പേരെത്തിയിട്ടുണ്ട്. അപ്പൊ മൊത്തം ഞങ്ങൾ 3 പേരുണ്ട്. ഞാനും എന്റെ പിള്ളേരും ഡബിൾ അല്ല ട്രിപ്പിൾ സ്ട്രോങ് ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും അവരെ പരിചയപ്പെടാം. പക്ഷെ അതിനു മുൻപ് ഇപ്പൊ കുടുംബശ്രീയുടെ ഫോർമേഷൻ എനിക്ക് തോന്നുന്നു 1998 മെയ് 17 ആൻഡ് അന്ന് മുതൽ വലിയൊരു സംരംഭത്തിന് തന്നെയാണ് തുടക്കമായത്. ആൻഡ് 2023 മാർച്ചിൽ നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് സിൽവർ ജൂബിലിയും കുടുംബശ്രീ ആഘോഷിച്ചിരുന്നു. നമ്മുടെ സ്വന്തം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ്രൗപദി മുർമു ആയിരുന്നു അന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്തത്. ആൻഡ് അതിനുശേഷവും അടിപൊളിയായിട്ട് ഓരോ പുതിയ പുതിയ പദ്ധതികളിലൂടെ നമ്മളിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിലേക്ക് അവരുടെ സേവനം കൊണ്ടെത്തിക്കുന്ന നമ്മുടെ എല്ലാ കുടുംബശ്രീ അമ്മമാർക്കും അല്ലെങ്കിൽ എല്ലാ വർക്കേഴ്സിനും സ്പെഷ്യലി ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എന്റെ കൂടെ എത്തിയിരിക്കുന്ന 2 പേരെയും വെൽക്കം ചെയ്യാം. റീമ എം മാത്യു, ഹായ് മാം. ഹായ്. ആൻഡ് ജിത എ നായർ, ഹായ്. 2 പേരും നമ്മുടെ അടിച്ചിറയിലെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിലെ സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്. സോ വീണ്ടും നമ്മുടെ സർഗക്ഷേത്ര 89.6 FM-ലേക്ക് സ്വാഗതം, സുസ്വാഗതം. താങ്ക് യു. അവ 2 പേരും കോറസ് ആയിട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള സമയമായതുകൊണ്ട് തന്നെ ഓരോരുത്തരോട് ഒറ്റയ്ക്ക് ചോദിക്കാം. സുഖമായിട്ടിരിക്കുന്നോ 2 പേരും? അതെ, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ 2 പേരും ഭയങ്കര സ്വീറ്റ് ആൻഡ് സിമ്പിൾ ആയിട്ട് ഭയങ്കര ചിരിച്ചിട്ട് തന്നെയാണ് നമ്മോടൊപ്പം അവരുടെ സേവനങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് ഓടിയെത്തിയിരിക്കുന്നത്. സോ നമുക്കിനി അധികം വൈകിക്കാണ്ട് നേരെ കാര്യത്തിലേക്ക് കിടക്കാം അല്ലെ. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ആദ്യം നമുക്ക് അറിയാനുള്ളത്. എത്ര നാളായി 2 പേരും ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നു? ആദ്യം നമുക്ക് റീമ മാമിന്റെ കാര്യം അറിയാം. മാം എത്ര നാളായി കുടുംബശ്രീയുടെ ഒരു വർക്കറായിട്ട് സേവനം അനുഷ്ഠിച്ചു തുടങ്ങിയിട്ട്? ഞാനിപ്പം കുടുംബശ്രീയിലെ സ്നേഹിതയിലെ സർവീസ് പ്രൊവൈഡറായിട്ട് 7 വർഷത്തിൽ കൂടുതലായി സർവീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അടിപൊളി. എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതുപോലെ സ്നേഹിതയിലെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ള സ്ത്രീകൾ മുതൽ നമുക്ക് സ്കൂളുകളിലെ പ്രിൻസിപ്പൽ വരെയുള്ള ആളുകളുമായിട്ട് നല്ലൊരു കോണ്ടാക്ട് ഉണ്ടാകാൻ സാധിച്ചു. നമ്മുടെ സേവനങ്ങളൊക്കെ അവരിലേക്ക് വരെ എത്തിക്കാൻ സാധിച്ചു. ഏതൊരു അവസ്ഥയിലും, ഏത് പാതിരാത്രിയിലാണെങ്കിലും എന്തെങ്കിലും പ്രശ്നമുള്ള ഒരു സ്ത്രീകൾക്ക് സ്നേഹിതയിലോട്ട് നേരിട്ട് വന്ന് അവർക്ക് നമ്മുടെ സഹായം തേടാൻ സാധിക്കും. ഓക്കെ. അപ്പൊ എന്തായാലും മാമിന്റെ ആ ഒരു സംസാരത്തിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എത്രത്തോളം മാം ഈ ഒരു വർക്കിനെ അല്ലെങ്കിൽ ഈ ഒരു സേവനത്തെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അല്ലെ. അതെ. അപ്പോ അത് നമ്മളിൽ എല്ലാവരിലേക്കും എത്തിക്കാനും മാം ഓഫ് കോഴ്സ് റെഡി ആണെന്ന് നമുക്ക് മനസ്സിലായി. മറ്റൊരു സർവീസ് പ്രൊവൈഡറിനെ വീണ്ടും പരിചയപ്പെടാം. നമ്മുടെ സ്വന്തം ജിത മാം. മാമിന്റെ ഒരു എക്സ്പീരിയൻസ് എത്ര നാളായി ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ചു? ഞാനൊരു 2 വർഷമായി ഈ ഒരു സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിൽ സർവീസ് പ്രൊവൈഡർ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. മുന്നേ ഞാൻ വേറൊരു മേഖലയിലായിരുന്നു, ഇതുമായിട്ട് ഒരു ടച്ചും ഇല്ലാത്തൊരു മേഖലയിലായിരുന്നു, ഒരു ടെക്നിക്കൽ മേഖലയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അവിടുത്തെ ഒരു ജോലി എനിക്ക് ആക്ച്വലി എൻ്റെ ഒരു ഇത് പുറത്തെടുക്കാനോ അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും സൊസൈറ്റിയായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ജോലിയായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് ആയിരുന്നു ഈ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു മേഖലയിലോട്ട് വന്നതിന് ശേഷം ആക്ച്വലി എന്താ സൊസൈറ്റിയിൽ നടക്കുന്നത്, എത്രത്തോളം പ്രശ്നങ്ങൾ അവർക്കുണ്ട്, നമുക്കതിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഇത് കിട്ടിയത് ശരിക്കും ഈ ഒരു ജോലി വന്നതിന് ശേഷമാണ്. ഒരു കണക്ഷൻ കിട്ടിയത്, സൊസൈറ്റിയായിട്ടൊരു കണക്ഷൻ കിട്ടിയ ജോലി വന്നതിന് ശേഷമാണ്. അപ്പം എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ജോലിയാണ് ആക്ച്വലി. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് അതിൽ ഹാപ്പി എന്ന് നമുക്ക് തോന്നും, കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലേ, അതെനിക്ക് ഈ ജോലിയിൽ നിന്നാണ് കിട്ടിയത്. എന്തായാലും മാം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടാലൻസ് ഏറ്റവും കൂടുതൽ നൽകാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോ നമുക്ക് സമൂഹത്തിലേക്ക്, ഓരോരുത്തരിലേക്കും, ഓരോ വ്യക്തിയിലേക്കും പേഴ്സണലി നമുക്ക് അവരിലേക്ക് എത്താൻ മാർഗം നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. സോ നമ്മൾ എന്തായാലും ഇന്ന് SK ജംഗ്ഷനിലൂടെ കുറച്ചധികം കിടിലൻ പദ്ധതികളുമായിട്ടും കൂടുതലും സ്നേഹിതയെ പറ്റിയിട്ടും പറയുന്നുണ്ട്. കേൾക്കാൻ റെഡി ആയിട്ടിരുന്നോളൂ. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ. കൂടെയുള്ളത് അന്ന. 89.6 FM Sargakshetra. SK Junction.
വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. ആൻഡ് ഇന്ന് SK ജംഗ്ഷനിൽ നമ്മൾ കുടുംബശ്രീ വേറെ ലെവലാണ് എന്നുള്ള പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ആൻഡ് കുറച്ച് മുൻപേ നമ്മൾ പരിചയപ്പെട്ട പോലെ ഞാൻ ഒറ്റയ്ക്കല്ല, 3 പേരായിട്ടാണ് ഞങ്ങൾ ഇന്ന് SK ജംഗ്ഷനിൽ സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത്, അതും കുടുംബശ്രീയെ പറ്റി അല്ലേ? അതെ അതെ. കൂടെയുള്ളത് നമ്മുടെ സ്വന്തം അടിച്ചിറ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിലെ സർവീസ് പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള റീമ എം മാത്യുവും അതുപോലെ തന്നെ ജിത എ നായരുമാണ്. സോ 2 പേർക്കും വീണ്ടും നമ്മൾ സ്വാഗതം പറഞ്ഞുകൊണ്ട് തന്നെ സ്നേഹിത എന്താണ് എന്ന് നമ്മൾ ചോദിക്കുകയാണ്. എന്താണ് സ്നേഹിത? ആ പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഒരു ഡിയറസ്റ്റ് ഫ്രണ്ട്, ലൈക്ക് സൗഹൃദം നമുക്ക് ആ ഒരു പേരിൽ തോന്നുന്നുണ്ട്. ആ സ്കീമിൽ അങ്ങനെ തന്നെയാണോ? ഫ്രണ്ട്ഷിപ്പ് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അതോ അതുക്ക് മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. എന്താണ് സ്നേഹിത? സ്നേഹിത എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അഭിമുഖീകരിക്കുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ നിരാലംബരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും സഹായം എത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. സ്ത്രീകൾക്കായിട്ടുള്ള ഒരു സാമൂഹ്യ ഇടം, അതിജീവനത്തിനുള്ള മാർഗങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് ചെന്ന ഒരു അഭയം, ഒരു ആശ്രയം നേടുക, അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് സ്നേഹിത തുടങ്ങിയത്. ആ ഒരു ആശയത്തിൽ 2013 ആ സമയങ്ങളിൽ 3 ജില്ലകളിലായിട്ട് സ്നേഹിത സ്റ്റാർട്ട് ചെയ്തു. അത് തിരുവനന്തപുരം, മലപ്പുറം, എറണാകുളം ജില്ലകളിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 2017 കാലഘട്ടങ്ങളിൽ ബാക്കി എല്ലാ ജില്ലകളിലും സ്നേഹിത ആരംഭിച്ചു. എന്തൊക്കെ സർവീസ് ആണ് സ്നേഹിത പ്രൊവൈഡ് ചെയ്യുന്നത്? ബേസിക്കലി അതിക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരയാകുന്ന സ്ത്രീകൾക്ക് 24 മണിക്കൂറും 7 ദിവസവും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സ്നേഹിത. അവർക്ക് താൽക്കാലിക അഭയം, കൗൺസിലിംഗ്, ടെലി കൗൺസിലിംഗ്, സൗജന്യ നിയമസഹായം, DLSAയുടെ കൺവേർജൻസിലൂടെ സൗജന്യ നിയമസഹായം, പിന്നെ മാനസിക പിന്തുണ നൽകൽ, സ്ത്രീ സുരക്ഷ, ലിംഗസമത്വം, അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുക്കൽ, പിന്നെ സ്കൂളുകളിലായി സ്നേഹിത അറ്റ് സ്കൂള്, കോളേജുകൾക്കായി സ്നേഹിത അറ്റ് കോളേജ്, അങ്ങനെ തുടങ്ങി പലതരം സേവനങ്ങൾ സ്നേഹിതയിൽ നിന്ന് ലഭ്യമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും സ്നേഹിതയെ പറ്റി കേട്ടപ്പോൾ എനിക്കും ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമുക്ക് നമ്മുടെ കുടുംബശ്രീയിൽ സ്നേഹിതമാരുണ്ട്. അതുപോലെ കിഡിലനായിട്ടുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് നമ്മളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ പറ്റി കൂടുതൽ അറിയുന്നുണ്ട്, കുടുംബശ്രീയുടെ പുതിയ പുതിയ പദ്ധതികളെ പറ്റി നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ പാട്ടുകളാണ് അതിന് മുൻപ് വരാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. ആൻഡ് ഹാപ്പി ലിസണിംഗ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കുടുംബശ്രീ വേറെ ലെവലാണ് എന്റെ അടുത്തൊരു എപ്പിസോഡിലേക്കാണ് നമ്മളിതാ തിരിച്ച് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്കറിയാം കുടുംബശ്രീയുടെ മെയിൻ ഒരു എയിം എന്ന് പറയുന്നത് ബേസിക്കലി പോവർട്ടി എറാഡിക്കേഷനും അതുപോലെ തന്നെ വുമൻ എംപവർമെന്റ് ആണ്. സേവനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചമാവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും നമ്മുടെ ജിത മാമിന്റെ അടുത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. സ്നേഹിത എന്താണെന്നും അതുപോലെ തന്നെ സ്നേഹിതയുടെ സേവനങ്ങൾ എന്താണെന്നും നമ്മൾ കുറച്ച് മുൻപേ സംസാരിച്ചായിരുന്നു അല്ലെ? ആൻഡ് ഇനി സ്നേഹിതയുടെ സ്ട്രക്ചർ എന്താണ് ബേസിക്കലി? ഓക്കെ, ബേസിക്കലി നമുക്ക് 11 ജീവനക്കാരാണ് അവിടെ ഉള്ളത്. അതിൽ 5 സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്, 2 കൗൺസിലേഴ്സ് ഉണ്ട്. ഇതിൽ പിന്നെ വരുന്ന ക്ലയൻസിനൊക്കെ, അതായത് താമസിക്കാൻ താൽക്കാലിക അഭയത്തിനൊക്കെ വരുന്ന ക്ലയൻസിന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കെയർ ടേക്കർ ഉണ്ട്, 2 സെക്യൂരിറ്റിമാരുണ്ട്, കൂടാണ്ട് ഒരു ഓഫീസ് അറ്റൻഡൻ്റ് ആണുള്ളത്. ഇത്രയുമാണ് നമ്മളൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് കൂടാണ്ട് നമ്മൾ ഓഫീസ് ഒരു നോർമൽ ഒരു ഗവൺമെൻറ് ഓഫീസ് മാതിരിയല്ല, ഒരു ഹോമിലി അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ഇതാണ് നമ്മൾ ഓഫീസ് എന്ന് പറയുന്നത്. കാരണം വരുന്നവർക്ക് ഒരിക്കലും തോന്നാൻ പാടില്ല ഞാനൊരു ഓഫീസിലോട്ടാണ് എത്തിയത്, അവർക്ക് അങ്ങനെ ഒരു തോന്നൽ, അതെ, ഒരു ഹോമിലി ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിലൊരു സ്ട്രക്ചർ നമ്മൾ ഈ സ്നേഹിതയ്ക്ക് കൊടുത്തിരിക്കുന്നത്. നൈസ്, അടിപൊളി അടിപൊളി. റിമ മാം, സ്നേഹിതയുടെ മറ്റുള്ള പ്രോഗ്രാംസ് എന്തൊക്കെയാണ്? സ്ത്രീ ശാക്തീകരണം അഥവാ അല്ലെങ്കിൽ ലിംഗസമത്വം, അതിനെ ബേസ് ചെയ്താണ് സ്നേഹിതയുടെ പ്രോഗ്രാമുകളെല്ലാം. സ്നേഹിതയ്ക്ക് ഒത്തിരി പ്രോഗ്രാം ഉണ്ട്. നമ്മളിപ്പം കൂടുതൽ ലൈവായിട്ട് പോകുന്ന പ്രോഗ്രാംസിനെ കുറിച്ച് പറയാം. ആദ്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സ്നേഹിത അറ്റ് സ്കൂൾ എന്ന്. ഈ സ്നേഹിത അറ്റ് സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് കൗൺസിലർമാരില്ലാത്ത സ്കൂളുകളിൽ സ്നേഹിതയുടെ സേവനം എത്തിക്കുക. കൗൺസിലിങ് ക്ലാസ്സുകൾ, ഇപ്പം എക്സാമിൻ്റെ സ്ട്രെസ്സൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര പ്രശ്നമാണ്. ആ സമയത്ത് ഞങ്ങൾ കൗൺസിലിംഗ് നൽകും. പിന്നെ ടീച്ചേഴ്സ് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് സെക്സ് എഡ്യൂക്കേഷൻ, ലിംഗാവബോധം സൃഷ്ടിക്കുന്ന ക്ലാസ്സുകൾ, ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ, കൗൺസിലിംഗ്, സ്കൂളുകളിലെ കൗൺസിലർമാരില്ലാത്ത സ്കൂളുകളിലെ കുട്ടികൾക്കായിട്ട് കൗൺസിലിംഗ്, എക്സാം സ്ട്രെസ് മറികടക്കുന്നതിനായിട്ട് അവർക്ക് കൗൺസിലിംഗ്, അതിന് എക്സാം മോട്ടിവേഷൻ ക്ലാസ്സുകൾ, ലൈഫ് സ്കില്ല്, സെക്സ് എഡ്യൂക്കേഷൻ, ടീച്ചർമാർ എന്ത് നമ്മളോട് ആവശ്യപ്പെടുന്നോ നമ്മൾ ആ ക്ലാസ്സുകൾ കുട്ടികൾക്ക് നൽകും.
അതുപോലെ തന്നെ അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് ബോധന ക്യാമ്പയിൻ. അത് സ്റ്റേറ്റ് മിഷന്റെ തലത്തിൽ നിന്ന് സംസ്ഥാന തലത്തിൽ നിന്ന് വന്ന ഒരു പ്രോഗ്രാമാണ്. മദ്യപാന രോഗികളുടെ ഭാര്യമാർക്കായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. ഈ താഴെക്കിടയിലുള്ള മദ്യപാന രോഗികളുടെ ഭാര്യമാർക്ക് ഈ AA പോലുള്ള അസോസിയേഷൻ ചെന്ന് നമുക്ക് കൂടാനുള്ള ഒരു സാഹചര്യം കിട്ടാറില്ല. അപ്പൊ അവർക്കായിട്ട് അനോണിമസ് ആയിട്ട് അവരുടെ വാർഡ് തലത്തിൽ തന്നെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. അവർക്കൊരു സപ്പോർട്ട്, അവർക്ക് ആവശ്യമുള്ള മെന്റൽ സപ്പോർട്ട്. പിന്നെ ഇവർ ഒറ്റയ്ക്കല്ല, എന്നെ പോലെ തന്നെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വേറെ സ്ത്രീകൾ എൻ്റെ ചുറ്റുമുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിലൂടെ. യെസ്, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ഒരു ഒറ്റപ്പെട്ടു പോകുന്നത് നമ്മൾ മാത്രം ഇത്രയും തലയിൽ ഭാരം താങ്ങി നടക്കുന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമുക്കറിയാം നമ്മളെക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറെ പേര് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടാവും, നമ്മൾ കാണുന്നുണ്ടാവില്ല. പക്ഷെ ഇപ്പോ മൊത്തത്തിൽ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ആവുമ്പോൾ ആക്ച്വലി പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഒരു മ്യൂച്വൽ സപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനായിട്ട് പറ്റുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഒരാൾ അഭിമുഖീകരിക്കുമ്പോൾ അത് അവരെ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഈ കേൾക്കുന്ന ആളുകൾക്കും അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും. അതുപോലെ തന്നെ മാം കുറച്ച് മുൻപേ പറഞ്ഞത് നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾക്ക് കൗൺസിലിംഗ് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം. ആക്ച്വലി ഇന്നത്തെ കാലത്ത് കൗൺസിലർ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇല്ലെങ്കിൽ അത് വളരെ ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഓരോ കുട്ടികളിലും. ഇപ്പോൾ ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് വരെ ആ കുട്ടിയുടെ വയസ്സിനേക്കാൾ ഇരട്ടി സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെയാണ്. നമ്മൾ ഞെട്ടിപ്പോവും. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ആക്ച്വലി നമ്മൾ കളിയാക്കുന്നത് തീരെ ശരിയല്ല എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അവരുടേതായിട്ടുള്ള ടെൻഷൻ അവർക്കും ഉണ്ട്. സോ അത് ഏറ്റവും നല്ല രീതിയിൽ അവരെ മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഒരു കൗൺസിലറിന് പറ്റുക എന്ന് പറയുന്നത് അതിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് ഞാൻ പറയും. സോ നമ്മുടെ സ്നേഹിതയിലൂടെ ഇത്തരത്തിലുള്ള പല പ്രോഗ്രാംസും നമ്മളിലേക്ക് എത്തുന്നുണ്ട്. അത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ് നമുക്ക് പറയാനുള്ളത് SK ജംഗ്ഷനിലൂടെ. ആൻഡ് ഇനി സ്നേഹിതയെ പറ്റിയിട്ടല്ല, നമുക്ക് മറ്റൊരു പ്രോഗ്രാമിനെ പറ്റിയിട്ടും അറിയാനുണ്ട്. അതെന്താണ്, കുറേയധികം ബെനിഫിറ്റ്സ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴല്ല, ഒരു പാട്ടൊക്കെ കേട്ടിട്ട് വരാം അല്ലേ? ഓക്കെ, സോ സ്റ്റേ ട്യൂൺ ടു SK ജംഗ്ഷൻ. കൂടെയുള്ളത് അന്നയാണ്. എന്നോടൊപ്പം നമ്മുടെ സ്വന്തം അടിച്ചിറ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിലെ 2 കലക്കൻ സർവീസ് പ്രൊവൈഡേഴ്സും. 89.6 FM Sargakshetra. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം അന്നയാണ് കൂടെയുള്ളത്. നമ്മുടെ കുടുംബശ്രീ വേറെ ലെവലാണ്. അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. പക്ഷെ നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ കൂടുതൽ അറിയാൻ പോകുന്നു, കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്നു. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ടാണ് നമ്മൾ SK ജംഗ്ഷനിൽ ഓടിയെത്തിയിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം നമ്മുടെ അടിച്ചിറ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിലെ സർവീസ് പ്രൊവൈഡർമാരായ റിമ മാമും ജിത മാമും ഒപ്പം തന്നെയുണ്ട്. സോ മാം, ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് സ്നേഹിതയുടെ പ്രോഗ്രാംസ് ഇനിയും തീർന്നിട്ടില്ല, ഇതൊക്കെ മേലെ കുറച്ച് പരിപാടികൾ കൂടി ഉണ്ട് എന്നറിഞ്ഞു. സോ എന്തൊക്കെയാണ് കൂടുതലായിട്ടുള്ള മറ്റ് പ്രോഗ്രാംസ് സ്നേഹിതനെ സംബന്ധിച്ച്? സ്നേഹിതയുടെ തനതായിട്ടുള്ള ധാരാളം പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ ഞാൻ വളരെ ഇമ്പോർട്ടന്റ്, ഞങ്ങളിപ്പോൾ തൽക്കാലമായിട്ട് ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പ്രോഗ്രാംസ് പറയാം. ഓക്കെ, നൈസ്. ഓൺലൈൻ ലോൺ തട്ടിപ്പുകൾ ധാരാളമായിട്ട് ഞങ്ങളുടെ സ്നേഹിതയിൽ കേസുകൾ വന്നു. ഓൺലൈൻ ലോൺ തട്ടിപ്പിന് ഇരകളായിട്ട് ഡിപ്രഷനായിട്ടൊക്കെ ഞങ്ങളുടെ സ്നേഹിതയിൽ കേസുകൾ വന്നു. അതിനെ ബേസ് ചെയ്ത് ഇതിനെക്കുറിച്ചൊരു അവയർനെസ്, ഇങ്ങനെ ലോൺ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് ഇതിനെ ഒരു അവയർനെസ് താഴെക്കിടയിലുള്ള സ്ത്രീകൾക്ക് നൽകാനായിട്ട് അലേർട്ട് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ഞങ്ങൾ ഒരു മാസ് ക്യാമ്പയിൻ തന്നെയാണ് നടത്തിയത്. പിന്നെ കൂട്ടുകാരി സിംഗിൾ വിമൻ ഫോറം, അത് കോട്ടയം സ്നേഹിതയുടെ വളരെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. സിംഗിൾ വിമൺ അല്ലെങ്കിൽ സിംഗിൾ മദേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിനും അവർക്ക് ആവശ്യമുള്ള മെൻ്റൽ സപ്പോർട്ട് നൽകുന്നതിനുമായിട്ട് ഞങ്ങൾ ഗ്രൂപ്പ് കൗൺസിലിങ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കൗൺസിലിംഗ് ആണെങ്കിൽ അതിൽ ഞങ്ങൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് അതാണ് വേണ്ടതെങ്കിൽ അത് ഞങ്ങളങ്ങനെ ആദ്യഘട്ടത്തിൽ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞു. ഇനി 2ാം ഘട്ടത്തിലായിട്ട് അവർക്ക് ഇനി ആവശ്യമുള്ള എന്തെങ്കിലും ഒരു ME ട്രെയിനിങ്ങൾ, എന്തെങ്കിലും ചെറിയ ചെറിയ ഉപജീവന മാർഗത്തിനായിട്ടുള്ള ട്രെയിനിങ്ങൾ അതൊക്കെ നൽകുന്നുണ്ട്. നൽകാൻ 2ാം ഘട്ടമാണ്. ഇതിപ്പോൾ ആദ്യം ഘട്ടം കഴിഞ്ഞതേ ഉള്ളൂ. 2ാം ഘട്ടത്തിൽ ഞങ്ങൾ അതാണ് വിഭാവനം ചെയ്യുന്നത്. ഓക്കെ, നല്ലൊരു ഇംപ്രൂവ്മെന്റ് കിട്ടുന്നുണ്ടോ? ഐ മീൻ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടോ? അതെ, കൂട്ടുകാരി പ്രോഗ്രാമിൽ വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അതിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. ഓരോ CDSകളിൽ ഈ പ്രോഗ്രാം നടത്തിയപ്പോൾ 200 പേരൊക്കെയാണ് ഒരു പ്രോഗ്രാമിന് വന്നത്. അവരൊക്കെ വളരെ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് വളരെ സന്തോഷത്തോടെ ഇനിയും ഇതുപോലെ ഞങ്ങളെ ഇങ്ങനെ പ്രോഗ്രാമുകളിൽ വിളിക്കണം, ഞങ്ങളെ ടൂറുകൾക്ക് കൊണ്ടുപോകും, ഇങ്ങനെ ഞങ്ങളെ ആരും ഇങ്ങനത്തെ പ്രോഗ്രാമിനൊന്നും വിളിക്കുന്നില്ല, നിങ്ങൾ ഞങ്ങളെ വിളിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വളരെ നല്ല ഭയങ്കര
സന്തോഷകരമായ, എങ്ങനെ പറയാം, ഞങ്ങൾക്ക് ഭയങ്കര വിജയകരമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണത്. മേ ബി സിംഗിൾ മദേഴ്സ് ആവട്ടെ, എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ ഒരു നോട്ടോ അല്ലെങ്കിൽ ഒരു നോർമലി അതങ്ങനെയാണ്, സമൂഹം അങ്ങനെയാണ് എന്നുള്ളൊരു മിത്ത് അവിടെ ഉണ്ടല്ലോ. ആൻഡ് അങ്ങനെ അല്ല, നമ്മളൊപ്പം എല്ലാവരും കൂടെയുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് നൽകുന്ന ആ ഒരു മൊമെന്റ് അവരെ സംബന്ധിച്ച് വളരെ മെമ്മറബിൾ ആയിരിക്കും. ആൻഡ് അത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് അവർക്ക് നൽകാനായിട്ട് പറ്റിയെന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള, നിങ്ങൾക്കാണെങ്കിലും അല്ലെ, തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും. ആൻഡ് മറ്റ് പ്രോഗ്രാംസ് എന്തൊക്കെയാണ്? അടുത്തൊരു പ്രോഗ്രാം തൗദാര സ്നേഹിത എന്നതാണ്. സ്നേഹിതയുടെ സേവനങ്ങളും അവരുടെ ഞങ്ങൾ ഈ നടത്തുന്ന ഈ പ്രോഗ്രാംസ് എല്ലാം SC/ST മേഖലകളിലെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ നമ്മുടെ കോട്ടയം ജില്ലയിൽ SC/ST മേഖല എന്നൊക്കെ പറയുമ്പോൾ വളരെ ദൂരെ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനാണ്. ഉറപ്പായിട്ടും. അപ്പൊ അവർക്ക് ഈ നമ്മുടെ സേവനങ്ങൾ എത്തുക എന്നുള്ള പാടുള്ള ഒരു ശരിയാണ്, കുറച്ച് ടൈം കൺസ്യൂമിങ് ജോബാണ്. ഓക്കെ, അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ തൗദാര സ്നേഹിത എന്ന പ്രോഗ്രാം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൈസ്. മെറ്റനോയ അറ്റ് ജയിൽ എന്ന് പറഞ്ഞ് സ്നേഹിതയുടെ ഒരു പ്രോഗ്രാമുണ്ട്. അത് കോട്ടയം ഡിസ്ട്രിക്ട് ജയിലിൽ സ്നേഹിതയിലെ MSW സൈക്കോളജി ക്വാളിഫിക്കേഷനുള്ള സ്റ്റാഫുകൾ കൗൺസിലിംഗ് നൽകുന്നു. അവിടുത്തെ ഇൻമേറ്റ്സിനായിട്ട് കൗൺസിലിംഗ് നൽകുന്നു. അത് ഞങ്ങൾ മാസത്തിൽ 1-2 പ്രാവശ്യം അവിടെ പോയി നമ്മൾ കൗൺസിലിംഗ് നൽകും. അത് നമ്മളെ ഇപ്പം ജയിലിൽ നിന്ന് ആ സാറ് വിളിക്കും, നിങ്ങൾ ഈ മാസം വരുന്നില്ലേ എന്ന് ചോദിച്ച് ഞങ്ങളെ വിളിക്കും. കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ വരുന്നില്ലേ എന്നൊക്കെ പറയുമായിരിക്കും. അതവർക്ക് യൂസ്ഫുൾ ആയി, വളരെ യൂസ്ഫുൾ ആണ് അവർ, കാരണം അതവർക്ക് യൂസ്ഫുൾ ആയി തുടങ്ങി. അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്, നിങ്ങൾ വരുന്നില്ലേ. ഇവൻ നേരത്തെ പറഞ്ഞ മാതിരി സ്നേഹിത ക്ലബ്ബ് പറഞ്ഞു, ജെൻഡർ ക്ലബിന്റെ കാര്യം, അത് സ്കൂളിൽ നിന്ന് നമ്മളെ വിളിക്കുന്നുണ്ട്. ഇങ്ങനെ ആവശ്യമാണ്, നിങ്ങളെ സേവനം മുന്നേ നടത്തിയ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് നല്ല റിസൾട്ട്, അവരിൽ മാറ്റമുണ്ട് എന്ന് ഒരു ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് അവർ തന്നെ നമ്മളെ വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട്. ഓ നൈസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എന്തായാലും കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ തീരുന്നില്ല, ഇതൊരു തുടക്കം മാത്രം എന്നൊരു ഉറക്കെ ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. പാട്ടുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കേട്ടുമുട്ടും. SK ജംഗ്ഷനിലൂടെ കൂടെയുള്ളത് അന്ന. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടാഗ് ലൈൻ ആണ് കുടുംബശ്രീയുടെയും, ഒന്നായി മുന്നേറാം. അത് തന്നെയാണ് ഓരോ പദ്ധതികളിലൂടെയും നമ്മൾ കേൾക്കുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതും. സോ കുടുംബശ്രീയുടെ നിരവധി പദ്ധതികളെ പറ്റി നമ്മൾ ഓരോ നിമിഷവും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് സ്പെഷ്യലി സ്നേഹിത അല്ലെങ്കിൽ കൂടെ തന്നെ മറ്റൊരു പദ്ധതിയെ പറ്റിയിട്ടും പറയുന്നുണ്ട്. പക്ഷെ അതിപ്പോ ഒരു സർപ്രൈസ് ആണ്. സ്നേഹിതയെ കംപ്ലീറ്റ് ചെയ്തിട്ടേ നമ്മൾ അങ്ങോട്ട് പോവുള്ളൂ. എന്നോടൊപ്പം അടിച്ചിറ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിലെ സർവീസ് പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള റീമ മാമും ജിത മാമും കൂടെ തന്നെയുണ്ട്. സോ ഇനി നമുക്ക് അറിയാനുള്ളത് എവിടെയൊക്കെയാണ് നമ്മുടെ സ്നേഹിതയുടെ സെന്റേഴ്സ് ബേസിക്കലി ഉള്ളത്. കോട്ടയത്തും നമുക്ക് സ്പെസിഫിക്കലി പറയാം, എവിടെയൊക്കെയാണ് നമ്മുടെ സെന്റേഴ്സ് ഉള്ളത്? കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്നേഹിതയുണ്ട്. ഇപ്പോൾ 2017-18 കാലഘട്ടങ്ങളിൽ എല്ലാ ജില്ലകളിലും സ്നേഹിത തുടങ്ങിയത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. കോട്ടയത്തെ സ്നേഹിത അടിച്ചിറയിലാണ്. അടിച്ചിറയിലെ പരിത്രാണ ധ്യാന കേന്ദ്രം എന്നൊരു ഫേമസ് ആയിട്ടൊരു ധ്യാന കേന്ദ്രമുണ്ട്. ആ ധ്യാന കേന്ദ്രത്തിന്റെ അടുത്തായിട്ടാണ് കോട്ടയം ജില്ലയിലെ സ്നേഹിത വരുന്നത് അല്ലേ? വരുന്നത്. ഓക്കെ. അപ്പോ അതുപോലെ തന്നെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഏതെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് സ്നേഹിത, എങ്ങനെയാണ് ഞങ്ങൾക്ക് അത് ഉപകാരപ്പെടുക എന്നുള്ള രീതിയിലുള്ള ഡൗട്ട്സ് ഉള്ള കുറെ പേരുണ്ടാവും. നിങ്ങളിലേക്ക് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സിലേക്ക് എത്തണമെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കും? ഈ സ്നേഹിതയ്ക്ക് തന്നെ 2 സെന്റേഴ്സ് ഉണ്ട്. ഒരെണ്ണം കാഞ്ഞിരപ്പള്ളിയിലും ഒരെണ്ണം വൈക്കത്തും. ഇപ്പോൾ ആ മുണ്ടക്കയം ആ ഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് ഇവിടം വരെ വരാൻ പാടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു മിനി സ്നേഹിത പോലെ അവിടെ ഇങ്ങനെ താമസ സൗകര്യമൊന്നുമില്ല, ഒരു ചെറിയ റൂം കൗൺസിലിംഗ്, ടെലി കൗൺസിലിംഗ്, അത്യാവശ്യമുള്ള സേവനങ്ങളൊക്കെ നൽകാൻ വേണ്ടി ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ. പിന്നെ അതുപോലെ തന്നെ വൈക്കത്തും ഉണ്ട്. ഓക്കെ. സ്നേഹിതയുടെ നമ്പർ നമുക്കൊന്ന് നോക്കാം അല്ലേ? അതെ, സ്നേഹിതയുടെ മൊബൈൽ നമ്പർ ഞാനിപ്പം പറയാം. 9496346684. ഓക്കെ. അപ്പൊ ഈ നമ്പർ മനസ്സിൽ ഇങ്ങോട്ട് ഇങ്ങനെ എഴുതി വെച്ചോളൂ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ. സ്നേഹിത നേരത്തെ ജിത പറഞ്ഞിരുന്നു, ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണ് വേണ്ടത്. അതുകൊണ്ട് നമ്മളൊരു വീട് തന്നെ വാടകയ്ക്ക് എടുത്ത് ഒരു ഹോംലി ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആഹാ, കൊള്ളാം. അതുപോലെ തന്നെ ഈ യാത്രകൾക്ക് രാത്രി എവിടെ ദൂരെ നിന്നുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് കോട്ടയത്ത് വന്ന് പെട്ടുപോയാൽ പെട്ടെന്നൊരു സ്ത്രീക്ക് താമസിക്കാൻ സ്ഥലമില്ലെങ്കിൽ സ്നേഹിതയിലോട്ട് ധൈര്യമായിട്ട് കയറി വരാം. ഓക്കെ. അപ്പൊ എന്തായാലും 24 hours നമുക്ക് സർവീസ് അവൈലബിൾ ആണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ആൻഡ് നമുക്കൊരു പാട്ടിലേക്ക് പോയല്ലോ. ഓക്കെ, ഡബിൾ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ പാട്ടിലേക്ക് പോകുന്നു. 89.6 FM സർഗക്ഷേത്ര. SK Junction.
ഒന്നായി മുന്നേറാം എന്നുള്ള ആപ്തവാക്യവുമായിട്ട് നമ്മോടൊപ്പം എത്തിയിരിക്കുന്ന വലിയൊരു വിഭാഗമാണ് നമ്മുടെ സ്വന്തം കുടുംബശ്രീ. ആൻഡ് ഈ ഒരു കൂട്ടായ്മ നമ്മളിൽ എല്ലാവരിലേക്കും എത്താൻ പല തരത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് ഏറ്റവും മനോഹരമായിട്ട് എക്സിക്യൂട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ പദ്ധതിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഓരോ SK ജംഗ്ഷനിലൂടെയും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് കുടുംബശ്രീ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ വേറെ ലെവലാണ്. അന്നയാണ് കൂടെയുള്ളത്. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ. ആൻഡ് എന്നോടൊപ്പം കൂടെയുള്ളത് നമ്മുടെ അടിച്ചിറ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിലെ സർവീസ് പ്രൊവൈഡറായ റീമ മാമും അതുപോലെ തന്നെ ജിത മാമും ആണ്. സോ ജിത മാം, നമ്മൾ കുറച്ച് മുൻപ് ഒരു സസ്പെൻസ് എലമെന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് സ്നേഹിതനെ പറ്റി നമ്മൾ കുറെ കാര്യങ്ങൾ അറിഞ്ഞു, പക്ഷെ നമ്മൾ വേറൊരു പദ്ധതിയെ പറ്റിയിട്ട് ഇങ്ങനെ പറയാൻ പോകുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വഴിയെ അറിയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതിനുള്ള സമയമായിട്ടുണ്ട്. ആൻഡ് ആ പദ്ധതിയുടെ പേരാണ് ഹാപ്പി കേരളം ഹാപ്പിനെസ് സെന്റർ. നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും സന്തോഷമുള്ള സ്ഥലം ഫിൻലൻഡാണ്. ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 143 നേഷൻസിൽ 125 സ്ഥാനമാണ് ഇന്ത്യക്ക്. പക്ഷെ നമ്മൾ അത് കൂട്ടും. നമ്മുടെ റാങ്ക് ഡെഫിനറ്റ്ലി നമ്മൾ കൂട്ടിയിരിക്കും. അതിനുള്ളൊരു പദ്ധതിയുടെ തുടക്കം മാത്രമാണ് കുടുംബശ്രീയുടെ ഹാപ്പി കേരളം എന്ന് ഞാൻ പറയും. ആണോ അല്ലയോ മാം? അതെ, അന്നെ പറഞ്ഞത് അതേമാതിരി തന്നെയാണ് നമ്മൾ ഹാപ്പി കേരളം എന്ന പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൈസ്. അപ്പോൾ ബേസിക്കലി എന്താണ് ഹാപ്പി കേരളം, ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത് നമുക്കൊന്ന് അറിഞ്ഞേക്കാം. ഓക്കെ, ഹാപ്പി കേരളം ഹാപ്പിനെസ് സെന്റർ എന്ന് വെച്ചാൽ സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെയും മൊത്തത്തിലുള്ള ക്ഷേമവും ഉന്നമനവും ഉറപ്പാക്കിക്കൊണ്ട് ഓരോ കുടുംബത്തെയും സന്തോഷത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് കുടുംബശ്രീ ലക്ഷ്യമിടുന്നത്. ഈ രീതിയിൽ കുടുംബങ്ങളെ ഉയർത്തുന്നതിലൂടെ നമ്മളെ സന്തോഷ സൂചികയിൽ മാറ്റം വരുത്താൻ പറ്റും. കാരണം ഇപ്പോഴത്തെ നമ്മളെ പൊസിഷൻ എന്ന് വെച്ചാൽ 125 ആണ്. അതിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിന്റെ ബേസിസിലാണ് നമ്മൾ ഹാപ്പി കേരളം ഹാപ്പിനെസ് സെന്റർ എന്നുള്ളത് നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ ഹാപ്പി കേരളം എന്ന ഈ ഒരു കുടുംബശ്രീയുടെ പദ്ധതി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ രീതിയിൽ എല്ലാ വീടുകളിലും എല്ലാ ഭവനങ്ങളിലും ഇങ്ങനെ വിടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആൻഡ് നമുക്ക് അറിയാനുള്ള മറ്റൊരു കാര്യം, ഹാപ്പി കേരളം പ്രൊജക്ട് എന്തെല്ലാമാണ് ആക്ച്വലി ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ, എന്തൊക്കെയാണ് ഈ ഒരു പദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്? കേരള സമൂഹത്തെ ഒരു സന്തോഷ സമൂഹമാക്കി മാറ്റുക എന്നുള്ളതാണ് ശരിക്കും ഹാപ്പിനെസ് കേരളത്തിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ ഒന്നാം ഘട്ടം തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 154 റൂറൽ മാതൃകാ CDSകളിലാണ് പ്രാഥമിക ഘട്ടത്തിൽ ഹാപ്പി കേരളം പദ്ധതി നടപ്പിലാക്കുന്നത്. സാമ്പത്തിക സാമൂഹ്യ വേർതിരിവില്ലാതെ മുഴുവൻ കുടുംബങ്ങളെയും ഒരുമിച്ച് അതിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഹാപ്പിനെസ് കേരളത്തിന്റെ മെയിൻ ഒരു എയിം എന്ന് പറയുന്നത്. സമൂഹത്തിൽ തുല്യത, സാമ്പത്തിക സുസ്ഥിരത, പരിസ്ഥിതി, ശുചിത്വം, കല, സാഹിത്യം, സ്പോർട്സ്, മാനസികാരോഗ്യം, പോഷകാഹാരം, ജനാധിപത്യ മൂല്യങ്ങൾ, സാമൂഹ്യ പങ്കാളിത്തം തുടങ്ങി വിവിധ മേഖലകളെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തന പദ്ധതിയാണ് ഹാപ്പി കേരളം ലക്ഷ്യമിടുന്നത്. മികച്ച വ്യക്തി ജീവിതത്തിനും ആ വ്യക്തികളുടെ ജീവിതത്തിലുള്ള നിലവാരം കൂടുതൽ കാരണം അവരുടെ കുടുംബങ്ങളിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവും. അത് സമൂഹത്തിൻ്റെ തന്നെ മൊത്തത്തിലുള്ള സ്ട്രക്ചറിനെ മാറ്റുക, അത് ഉദ്ദേശിക്കുന്നത് സന്തോഷമായിട്ടുള്ള രീതിയിൽ സ്ട്രക്ചറിനെ മാറ്റുക എന്നതും ആണ് നമ്മളുടെ ഹാപ്പിനെസ് കേരളം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. വാവ്, നൈസ്. അപ്പം ശരിക്കും നമ്മളൊരു സിനിമയിൽ തമാശക്കാണെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഇൻഡിവിജ്വൽ നന്നായി കഴിഞ്ഞാൽ അവരുടെ ഫാമിലി നന്നാവും, അവരുടെ നാട് നന്നാവും, ആ കൺട്രി നന്നാവും, ലോകം തന്നെ നന്നാവും എന്നുള്ളത്. സോ ശരിക്കും ഒരു സന്തോഷത്തിന്റെ ഒരു എലമെന്റ് ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓരോ ഇൻഡിവിജ്വലിൽ നിന്നാണ്, അവരുടെ ഫാമിലിയിൽ നിന്നാണ്. അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഹാപ്പി കേരളം എന്ന് പറയുന്ന പദ്ധതിയിലൂടെ കുടുംബശ്രീ ഉദ്ദേശിക്കുന്നത്. മെയിൻ മോട്ടോ അതാണ് ഞങ്ങൾ. അതെ. അപ്പോ നമ്മുടെ കുടുംബശ്രീയുടെ ആപ്തവാക്യം പോലെ ഒന്നായി നമുക്ക് മുന്നേറാം, അല്ലെ? അതെ. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വരുന്നുണ്ട്. ഹാപ്പി ആയിട്ടിരിക്കൂ. ഹാപ്പി കേരളത്തെ പറ്റി നമ്മൾ ഇനിയും കുറേയധികം കാര്യങ്ങൾ അറിയുന്നുണ്ട്. കേൾക്കാൻ റെഡി ആയിക്കോളൂ. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം ഒപ്പം ഉള്ളത് തന്നെയാണ് കേട്ടോ. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. കുടുംബശ്രീ വേറെ ലെവലാണ്, അത്യുഗ്രൻ ലെവലാണ്.
ഓരോ പദ്ധതികളെയും പറ്റി നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ SK ജംഗ്ഷന്റെ കുടുംബശ്രീ വേറെ ലെവലാണ് എന്നുള്ള എപ്പിസോഡുകളിലൂടെയാണ്. ആൻഡ് ഇന്ന് നമ്മോടൊപ്പം കുടുംബശ്രീയുടെ പദ്ധതികളെ പറ്റി കൂടുതൽ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് 2 പേരാണ് ഒപ്പം വന്നിരിക്കുന്നത്. അടിച്ചിറ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് സർവീസ് പ്രൊവൈഡർ ആയിട്ടുള്ള റീമ മാമും ഒപ്പം ജിത മാമും. സോ 2 പേരും നമ്മളോടൊപ്പം കുറേ നേരമായിട്ട്, ഈ 2 മണിക്കൂറിന്റെ യാത്ര നമ്മളിങ്ങനെ കുറച്ച് നേരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനി എനിക്ക് അറിയാനുള്ളതും നമ്മൾ കുറച്ച് മുൻപേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു നമ്മുടെ ഹാപ്പി കേരളം എന്ന് പറയുന്നത്. ആ പദ്ധതി എന്താണ്, അതുപോലെ ആ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമ്മൾ സംസാരിച്ചു. ബേസിക്കലി ഇതൊരു ഫാമിലിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞു. പക്ഷെ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏത് ഏജ് കാറ്റഗറി ആണോ അല്ലെങ്കിൽ ഏത് വ്യക്തികളെയാണ് ഒന്ന് പറയാമോ? ഓക്കെ, നമ്മൾ ഈ ഒരു പദ്ധതിയിൽ ശരിക്കും ഏജ് ഒരു കൺസ്ട്രെയിനേ അല്ല. നമ്മൾ എല്ലാ പ്രായക്കാരെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഹാപ്പി കേരളം പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒരു വ്യക്തിയല്ല ശരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഒരു കുടുംബത്തെയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഹാപ്പി കേരളം പദ്ധതി മെയിൻലി ലക്ഷ്യമിടുന്നതും അത് തന്നെയാണ്. ഒരു വ്യക്തി എന്നതിലുപരി ഒരു കുടുംബം സന്തോഷിച്ചാൽ, വ്യക്തിയിലൂടെ കുടുംബം സന്തോഷിക്കുമ്പോഴാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു സമൂഹം ബെറ്ററായി വരിക. അത് തന്നെയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇവിടെ ഏജ് കൺസ്ട്രെയിൻ ഇല്ല. കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായ മുത്തശ്ശി, മുത്തശ്ശൻ എന്നിവർ ഉൾപ്പെടുന്ന കുടുംബമാണ് നമുക്കുള്ളത് അല്ലേ. അപ്പം അവരെല്ലാവരും ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ ഏജ് ഒരു കൺസ്ട്രെയിനേ അല്ല, എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണിത്. ഓക്കെ, നൈസ്. അപ്പോൾ എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഈക്വൽ അവകാശങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു പദ്ധതി തന്നെയാണെന്ന് നമുക്ക് ഹാപ്പി കേരളത്തിലൂടെ മനസ്സിലാക്കാം. റീമ മാം, എങ്ങനെയാണ് ആക്ച്വലി ഈ ഹാപ്പി കേരളം പദ്ധതിയുടെ ഒരു മോഡൽ വരുന്നത്? ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളീയ പശ്ചാത്തലത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് കുടുംബശ്രീ മുന്നോട്ട് വെക്കുന്നത്. നിലവിലെ സന്തോഷ സൂചകവുമായി ബന്ധപ്പെട്ട പെർമ മോഡൽ ഒരു കേരളീയവൽക്കരിച്ച് പ്രോസ്പെരിറ്റി എന്നൊരു മാതൃക എടുത്തിരിക്കുകയാണ്. ഇതിനെ ബേസ് ചെയ്ത് ഒരു 7 മേഖലകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ 7 മേഖലകളാണ് മാനസികാരോഗ്യം, മികച്ച ഭൗതിക അന്തരീക്ഷം, സാമൂഹിക ബന്ധങ്ങൾ, ആരോഗ്യം, പോഷകാഹാരം, സാമ്പത്തിക സുസ്ഥിരത, കലാ സാംസ്കാരിക വിദ്യാഭ്യാസം, ജനാധിപത്യ മൂല്യങ്ങൾ. ഈ 7 മേഖലകളിലെയും ഈ കുടുംബത്തിലെ ഓരോ വ്യക്തിയും എന്തൊക്കെ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത്, ആ പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാൻ എന്തൊക്കെ സാധ്യതകൾ അവർക്കുണ്ട്, അതിനെന്തൊക്കെ റിസോഴ്സസ് അവർക്ക് അവൈലബിൾ ആണ്, ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു ക്രോഡീകരിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കും. അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ആ കുടുംബത്തിൻ്റെ ഹാപ്പിനെസ് ഈ 7 ഘടകങ്ങളിലും ഓരോ വ്യക്തിയും അഭിമുഖീകരിക്കുന്ന ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്താണ്, അതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, അവർക്ക് എന്തൊക്കെ റിസോഴ്സസ് അതിന് അവൈലബിൾ ആണ്, അതെല്ലാം കണ്ടുപിടിച്ച് ഓരോ വ്യക്തിയും അവർ തന്നെ അവരുടെ പ്രശ്നങ്ങൾ ഓവർകം ചെയ്ത് എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് നമ്മൾ അവരെ സഹായിക്കുന്നു ഈ ഇതിലൂടെ. ശരിക്കും നമ്മൾ പറയുന്നത് എല്ലാ മനുഷ്യരിലും അവരുടെ പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാനുള്ളൊരു റിസോഴ്സ് ഉണ്ടെന്നാണ്. അത് അവരെ മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മീഡിയേറ്റർ ആകുന്നു എന്ന് മാത്രം. ആക്ച്വലി അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ അവർ തന്നെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് മാത്രം. ശരിക്കും ഈ പദ്ധതി നമുക്ക് യൂസ്ഫുൾ ആവുന്നത് എനിക്ക് ഉറപ്പാണ്. ആക്ച്വലി നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്ക് ഇവരിലൂടെ കിട്ടിയിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ലേ? അതെ, തീർച്ചയായും ഉറപ്പിക്കാം. ജിത മാം, സാധാരണക്കാരിലേക്ക് എങ്ങനെ നമുക്ക് ഈ പദ്ധതി, അതായത് നമ്മുടെ ഹാപ്പി കേരളം എന്ന് പറയുന്ന പദ്ധതി അവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും? ഓക്കെ, ഹാപ്പി കേരളം പദ്ധതിയിലൂടെ വാർഡുകളിൽ ഇടം ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് 20 കുടുംബങ്ങളെ ചേർത്ത് വച്ചിട്ടുള്ള ഇടം 11 മോഡൽ CDSകളിലെ ഓരോ വാർഡിലും ക്രിയേറ്റ് ചെയ്യുക. ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇടത്തിൽ ഒരു കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ തുടങ്ങി മുതിർന്നവർ ഉൾപ്പെടെയുള്ള മുഴുവൻ കുടുംബാംഗങ്ങളെയും ഇടത്തിലേക്ക് ക്ഷണിച്ച് അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇടം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കുടുംബത്തിന്റെ സന്തോഷത്തിന് പ്രതികൂലമായി നിൽക്കുന്ന പല ഘടകങ്ങളും ഉണ്ടാവും. ആ ഘടകങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷം കിട്ടുന്നതിന് ആവശ്യമായ ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓരോ ആ ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റുന്ന തരത്തിലേക്ക്, അതുവഴി ആ കുടുംബം സന്തോഷത്തിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള ഒരു പ്ലാൻ തയ്യാറാക്കിയാണ് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. ഫസ്റ്റ് ഇങ്ങനെ 20 കുടുംബങ്ങളെ നമ്മൾ ഒരു ഇടം എന്ന പേരിൽ, പലയിടത്തിനും പല പേരാണ്. 11 മോഡൽ CDS ആണ് നമുക്കുള്ളത്. ഓരോ മോഡൽ CDSലും ഓരോ വാർഡായിട്ട് നമ്മൾ എടുക്കും. ഓരോ വാർഡിലും ഈ പറഞ്ഞ മാതിരി ഓരോ ഇടങ്ങൾ ക്രിയേറ്റ് ചെയ്യും. 20 ഫാമിലീസിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട്
എന്നിട്ട് നമ്മളൊരു മൈക്രോ പ്ലാൻ ഇങ്ങനെ കൊടുക്കും. കാരണം അവരുടെ ഒബ്സ്റ്റക്കിൾസ് അവർ തന്നെ ഫൈൻഡ് ചെയ്തിട്ട് അവർ തന്നെ പറയുന്ന തരത്തിലായിട്ട് നമ്മൾ ആക്കാനുള്ള സൊല്യൂഷൻസും അതാണ് നമ്മളിപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൈസ്. നേരത്തെ റിമ മേഡം പറഞ്ഞ ആ ഒരു 7 മേഖലകൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ആ ഒരു 7 മേഖലകളെ ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഈ ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അവർക്ക് തന്നെ അത് തിരിച്ചറിയാൻ പറ്റും എന്തൊക്കെയാണ് നമ്മളെ ഫാമിലിയിൽ സന്തോഷം കുറയാനുള്ള കാരണം എന്തൊക്കെയാണ്, ആ ഒരു പ്രോബ്ലത്തിന് എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് അവരിലൂടെ തന്നെ മനസ്സിലാക്കിപ്പിക്കും. അത് അവരിലൂടെ തന്നെ അതിനൊരു ചേഞ്ച് വരുത്തുകയും അതിലൂടെ അവരുടെ സന്തോഷത്തിൻ്റെ ആ ഒരു ഒബ്സ്റ്റക്കിൾ മാറിയിട്ട് നല്ല ഹാപ്പി ഫാമിലി ആയിട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഉറപ്പായിട്ടും. അപ്പം നമ്മളെല്ലാവരും, നമ്മുടെ എല്ലാവരുടെയും ഫാമിലി തന്നെയാണ് കേരളം, അല്ലേ? സോ ഒരു ഹാപ്പി കേരളം എന്ന് പറയുന്ന പദ്ധതി ഉറപ്പായിട്ടും ഒരു ഹ്യൂജ് സക്സസ് തന്നെ ആവട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ആൻഡ് നമ്മുടെ ജില്ലയിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന പല പദ്ധതികളും നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ അല്ലെങ്കിൽ കുടുംബശ്രീ വേറെ ലെവലാണ് എന്നുള്ള എപ്പിസോഡുകളിലൂടെ ഡെഫിനറ്റ്ലി നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ പാട്ടുകൾ അതിന് മുൻപ് വരുന്നുണ്ട് കേട്ടോ. കേട്ടോണ്ടേയിരിക്കൂ SK ജംഗ്ഷൻ ആൻഡ് യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ആക്ച്വലി അന്ന ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. കാരണം നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര സന്തോഷം നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും തരുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മുടെ കുടുംബശ്രീയുടെ പദ്ധതിയായിട്ടുള്ള ഹാപ്പി കേരളം ഹാപ്പിനെസ് സെന്റർ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി. ആൻഡ് ഈ ഒരു പദ്ധതിയെ പറ്റിയിട്ട് കുറേയധികം നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. ആൻഡ് ഓൾറെഡി നമുക്കറിയാം, കുറച്ച് മുൻപേ സംസാരിച്ച പോലെ തന്നെ ഈ പദ്ധതി ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിൽ എല്ലാവരിലേക്കും, നമ്മൾ ഓരോ കുടുംബങ്ങളിലേക്കും, നമ്മൾ ഓരോരുത്തരിലേക്കും ഇൻഡിവിജ്വലി എത്തിയിരിക്കും. നമ്മുടെ എല്ലാവരുടെയും സന്തോഷത്തിന്റെ ആ ഒരു ലെവല് അല്ലെങ്കിൽ ആ ഒരു ഗ്രാഫ് കൂടിയിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. സോ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറേയധികം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന് നമ്മളെ ഇൻഫോർമേറ്റീവ് റിച്ച് ആക്കാൻ വേണ്ടി 2 പേര് നമ്മോടൊപ്പം ഇന്ന് SK ജംഗ്ഷനിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്വന്തം അടിച്ചിറ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിലെ സർവീസ് പ്രൊവൈഡർമാരായിട്ടുള്ള ജിത മാമും റീമ മാമും. സോ നമ്മളിന്ന് കുറേ നേരം സംസാരിച്ചു. ഏകദേശം 2 മണിക്കൂറോളമായി നമ്മുടെ സംസാരം. സമയം പോയത് ആക്ച്വലി അറിഞ്ഞില്ല. കാരണം നമ്മൾ കുടുംബശ്രീയുടെ പല പദ്ധതികളും നമ്മളെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന തരത്തിലാണ്. സോ നമ്മൾ അറിയാൻ കൂടുതൽ ആഗ്രഹം കൂടുന്തോറും സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് നമുക്കപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം ഏകദേശം തീരാറായിട്ടുണ്ടെന്ന്. സോ ഒരു കൺക്ലൂഷൻ പോലെ എനിക്കൊരു ഡൗട്ട് കൂടി ഉണ്ട് മാം. ശരിക്കും നമ്മളിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ആദ്യമായിട്ടായിരിക്കും മേ ബി ഈ പദ്ധതിയെ പറ്റി കേൾക്കുന്നത്. ഇതുപോലെ തന്നെയായിരിക്കും സർവീസ് പ്രൊവൈഡർമാരായിട്ടുള്ള നിങ്ങളും അല്ലെങ്കിൽ കുടുംബശ്രീയിലെ മറ്റംഗങ്ങളും ഒക്കെ ഈ ഒരു പദ്ധതികളെ പറ്റിയിട്ട് അറിയുന്നുണ്ടാവുക. സോ ഒരു ഫസ്റ്റായിട്ട് നമ്മൾ ഈ കാര്യത്തെ പറ്റി അറിയുമ്പോൾ ഇതിനെപ്പറ്റി എന്താണ്, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡൗട്ട് ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. സോ അതിന് വേണ്ട ട്രെയിനിങ്സും വർക്ക്ഷോപ്സും ഒക്കെ ഡെഫിനറ്റ്ലി കിട്ടിയിട്ടുണ്ടായിരിക്കും. അതെ. സോ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു ആ ഒരു ജോലിയിൽ, ആ ഒരു എക്സിക്യൂഷനിൽ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു? ഓക്കെ, ഇത് ശരിക്കൊരു വലിയൊരു പ്രോസസ്സാണ്. ഏറ്റവും ടോപ്പ് ലെവൽ, അതായത് ഉദ്യോഗസ്ഥരെല്ലാവരും കൂടി ഇരുന്ന് തീരുമാനിച്ചിട്ട് കുറേ പ്രോസസ്സ് വഴി അതിനുള്ള തീരുമാനങ്ങളും മൊഡ്യൂൾസൊക്കെ തയ്യാറാക്കിയിട്ടാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചത്. സോ അതിനായിട്ട് ഒരു സന്തോഷ കുടുംബം എന്ന ആശയം എങ്ങനെ പ്രായോഗിക തലത്തിൽ രൂപപ്പെടുത്താമെന്ന് പഠിപ്പിക്കുന്ന ഒരു മൊഡ്യൂളാണ് നമ്മൾ ആദ്യം തയ്യാറാക്കിയത്. ഈ ഒരു പ്രത്യേക രൂപരേഖ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ മേഖലകളിലെ എക്സ്പേർട്ടുകളെ ചേർത്ത് വെച്ചിട്ടാണ് ഒരു മൊഡ്യൂൾ പ്രിപ്പറേഷൻ നടത്തിയത്. ഇതിൽ UN പ്രതിനിധികൾ, സൈക്കോളജിസ്റ്റുകൾ, ന്യൂട്രീഷനിസ്റ്റ്, വിവിധ സാമൂഹിക, കലാ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ എന്നിവർ ഉൾപ്പെട്ടിരുന്നു. ഇവർ തയ്യാറാക്കിയ ഈ മൊഡ്യൂൾ വെച്ചിട്ടാണ് ശരിക്കും നമ്മൾ സംസ്ഥാന തലത്തിൽ 2 സോണുകളായിട്ട് തിരിച്ചു. സൗത്ത് സോണും നോർത്ത് സോണുമായിട്ട്. കാരണം നമുക്ക് 14 ഡിസ്ട്രിക്റ്റ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയും ആൾക്കാരെ നമുക്ക് ട്രെയിൻ ചെയ്യിക്കാൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ 2 സോണായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തു. അതിൽ 2 സോണിലും ഒന്ന് കോട്ടയത്തും ഒന്ന് കോഴിക്കോടുമാണ് നടന്നത്. സൗത്ത് സോൺ നടന്നത് നമ്മൾ കോട്ടയത്തും, നോർത്ത് സോൺ നടന്നത് നമ്മളെ കോഴിക്കോടാണ് നടന്നത്. അതിൽ ഈ ജില്ലാതല RPമാർക്കുള്ള പരിശീലനത്തിൽ ന്യൂട്രീഷനിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, റിട്ടയർഡ് അധ്യാപകർ, കലാ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, ജെൻഡർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, പിന്നെ പരിസ്ഥിതി മേഖലയിൽ പ്രവർത്തിക്കുന്ന എക്സ്പേർട്സ് എന്നിവരെയാണ് നമ്മൾ RPമാരായിട്ട് ജില്ലാതലത്തിൽ തിരഞ്ഞെടുത്തത്. എന്നിട്ട് ഇവർക്ക് നമ്മൾ 3 ദിവസത്തെ പരിശീലനമാണ് നൽകിയത്.
ഈ നമ്മൾ പരിശീലനം നൽകിയ ജില്ലാതല RPമാർ 3 ദിവസത്തെ പരിശീലനം 11 മോഡൽ CDSകളിൽ നിന്ന് തിരഞ്ഞെടുത്ത RPമാർക്ക് നൽകി. ഈ ട്രെയിനിങ്ങിലൂടെ ഓരോ വ്യക്തിയുടെയും സന്തോഷത്തെ അവരവർ സ്വയം മനസ്സിലാക്കത്തക്കവണ്ണം രൂപകൽപ്പന ചെയ്ത് പരിശീലനമാണ് നമ്മൾ നൽകിയത്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ശരിക്കും സ്റ്റേറ്റ് വൈസ് ആയിട്ട് നമ്മളൊരു 2 സോണായിട്ട് തിരിച്ച് ഒരു ട്രെയിനിങ് കൊടുത്തു ജില്ലാ RPമാർക്ക്. അതിനുശേഷം ഓരോ 11 മോഡൽ CDS ആണ് നമുക്കുള്ളത്. ഓരോ മോഡൽ CDSൽ നിന്നും നമ്മൾ RPമാരെ ചൂസ് ചെയ്തിരുന്നു. അവരെല്ലാം ഹൈ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ RPമാരായിട്ട് ചൂസ് ചെയ്തത്. അപ്പോൾ അവർക്ക് ഈ ജില്ലാ RPമാർ 3 ദിവസത്തെ പരിശീലനം നൽകി. അവരെയും അതിന് നല്ല മികവുള്ളവർ പ്രാപ്തരാക്കി. ഈ മോഡൽ CDSകളിൽ നിന്ന് തിരഞ്ഞെടുത്ത RPമാരാണ് ഇപ്പം ഓരോ വാർഡിലും ഇടം ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നൈസ്. അപ്പം എന്തായാലും ഓഫ് കോഴ്സ് അവർക്ക് നല്ലൊരു ട്രെയിനിങ് അല്ലെങ്കിൽ നല്ലൊരു അനുഭവം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ? അതെ അതെ അതെ. അപ്പൊ എന്തായാലും അവർക്ക് കിട്ടിയിട്ടുള്ള അനുഭവം വെച്ചിട്ടാണ് നമ്മൾ എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടാനായിട്ട് പോകുന്നത് ഈ ഒരു പദ്ധതിയെ സംബന്ധിച്ച്. ശരിക്കും നമ്മൾ ഈ ട്രെയിനിങ് എന്നൊക്കെ കേൾക്കുമ്പം നമ്മളെ മൈൻഡിൽ പെട്ടെന്ന് വരെ ക്ലാസ് നമ്മളിപ്പോൾ ജസ്റ്റ് കേട്ടിരിക്കും, പകുതി ഒരു ഉച്ച കഴിയുമ്പോൾ നമ്മൾ ഉറങ്ങി വീഴും, അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മളെ മൈൻഡിൽ അതെ വരിക. പക്ഷെ നമ്മളെ ട്രെയിനിങ് അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഒരു വ്യത്യസ്തമായ രീതിയിലായിരുന്നു. നമ്മൾ ആദ്യം അവരെ വെൽക്കം ചെയ്ത് തന്നെ സോങ് വെച്ചിട്ട് പൂവും മിഠായിയൊക്കെ കൊടുത്ത് ഡാൻസ് ചെയ്താണ് അവരെ നമ്മൾ ഭയങ്കര കൈയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അവരെ എന്ത് ചെയ്തത് തൊട്ട് ക്ഷണിച്ചത്. നമ്മുടെ കുട്ടീസൊക്കെ നവാഗതരായിട്ട് വരുന്ന ആ ഒരു രീതിക്കാണ് നമ്മൾ അവരെ വെൽക്കം ചെയ്തത്. ആദ്യമേ ചെന്ന് സീറ്റിൽ പോയി ഇരുന്ന് ക്ലാസ്സിലൊക്കെ ആ രീതി ആയിരുന്നില്ല. ആദ്യം നമ്മൾ നമ്മളെ സ്ട്രെസ്സൊക്കെ റിലീസ് ചെയ്യാന്നുള്ള രീതിക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫസ്റ്റ് നമ്മൾ ചെയ്തിരുന്നത്. അതിനുശേഷമാണ് നമ്മൾ അവരെ ഗ്രൂപ്പ് തിരിച്ചെടുത്തി അവരെ ഐഡിയാസ് കുറേ പറയുക, അവർക്ക് സംസാരിക്കാനായിട്ടുള്ള ഇടങ്ങൾ നൽകുക, പുതിയ പുതിയ ഐഡിയാസ് ഇട്ട് കൊടുക്കുക. മീൻസ് ഇങ്ങനെയൊക്കെ മാറി ചിന്തിക്കാം, ഇങ്ങനെയൊക്കെയാണ് കുറേ കാര്യങ്ങൾ എക്സ്പെർട്ട്സിനൊക്കെ അറിയാമല്ലോ, ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെയായിരുന്നു നമ്മളെ ട്രെയിനിങ് പോയത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർക്കൊന്ന് മനുഷ്യന്മാരല്ലേ കുറച്ച് നേരമൊക്കെ ഇങ്ങനെയൊക്കെ കേട്ടിരിക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് പിന്നെ നമ്മൾ ഡാൻസും കാര്യങ്ങളും പാട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുൾ ചില്ലായിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ 3 ദിവസം ട്രെയിനിങ് പ്ലാൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവരുടെ ഫീഡ്ബാക്കും ഈവൻ ജില്ലാതലത്തിലായാലും CDS വേസിലായാലും അവരുടെ ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ അവർ കംപ്ലീറ്റ്ലി സ്ട്രെസ് ഫീൽ ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്നൊരു ട്രെയിനിങ് എന്നായിരുന്നു. കാരണം ഇത്രയും നാൾ അവർ പോയിട്ടുള്ള ഒരു ട്രെയിനിങ് മാതിരി ആയിരുന്നില്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്നായിരുന്നു അവർ പറഞ്ഞത്. അത് കേട്ടും നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളെ പേര് ഹാപ്പി കേരളം എന്നാണല്ലോ. സോ RPമാർക്ക് നമ്മൾ വരുന്ന അവർക്കൊരു ഹാപ്പിനെസ് നമ്മൾ കൊടുക്കണം. സോ മെയിൻലി നമ്മൾ അതാണ് ഫോക്കസ് ചെയ്ത് ട്രെയിനിങ് വരെ നമ്മൾ ആ രീതിയിൽ മാറ്റുക ചെയ്തത്. ഓക്കെ, അങ്ങനെ ഈ ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ സാധാരണ ആൾക്കാരിലൊക്കെ എത്തുക എന്നുള്ളതാണ്, ഇടം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ കുറച്ച് നാൾ മുന്നേ നമ്മളിപ്പോൾ റീസെൻ്റ്ലി തന്നെ അധികം നാളായിട്ടില്ല ഇടം 11 CDSൽ ഓരോ വാർഡിലും ക്രിയേറ്റ് ചെയ്തിരുന്നു. അവിടെ ഓരോ 20 ഫാമിലീസും വന്നു. ഈവൻ നമ്മൾ ഈ ശരിക്കും കുടുംബശ്രീ എന്നൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് മൈൻഡിൽ വരുന്നത് സ്ത്രീകളും കുട്ടികളും മാത്രമാണ്. അവിടെ പുരുഷന്മാർക്ക് പ്രത്യേകം അങ്ങനെ നമ്മൾ മൈൻഡിൽ പെട്ടെന്ന് വരില്ല. പക്ഷെ നമ്മൾ ഈ ഒരു ഇടം ക്രിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫാമിലിയിലെ എല്ലാവരും ജെൻഡർ വ്യത്യാസമില്ലാണ്ട് എല്ലാവരും ഇൻക്ലൂഡായിട്ട് വരിക എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും വരികയും അവരും ഇത് നേരത്തെ പറഞ്ഞ മാതിരി വല്ല ട്രെയിനിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യമായിരിക്കും ക്ലാസ് എന്നുള്ള രീതിക്കാണ് അവരും വന്നതും. പക്ഷെ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് അവരും പറഞ്ഞത്. കാരണം അവരുടെ ഫാമിലിയുടെ കൂടെ അവർക്ക് ഡാൻസ് കളിക്കാനും കുറേ ആൾക്കാർ കുട്ടികളായാലും ശരി ബാക്കിയുള്ളവരും ശരി അവർ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം നൽകി. കാരണം നമ്മൾ മാഗസിൻ ഉണ്ടാക്കി, മാസികകൾ ഉണ്ടാക്കിയായിരുന്നു. അവർ കഴിവ് വെച്ചിട്ട് കവിതകൾ എഴുതാൻ, പടം വരയ്ക്കാം, അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മൾ അവരിൽ നിന്ന് മേടിച്ചിട്ട് അത് നമ്മൾ പബ്ലിഷ് ചെയ്തു. അവിടെ തന്നെ പബ്ലിഷ് ചെയ്ത് അവരിങ്ങനെ PPT കാണിക്കും. അല്ലാണ്ട് നമ്മൾ പഞ്ചായത്ത് പ്രസിഡൻറ്റിന് അത് കൈമാറുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, നമുക്ക് ഇവൻ സ്കൂളിൽ നിന്ന് പണ്ടൊക്കെ അമ്മമാർക്കൊക്കെ സ്കൂളിൽ പോലും ഇങ്ങനൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിനകത്ത് സാഹചര്യം അന്ന് അവർക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവരെ ഫാമിലിയുടെ കൂടെ ഇരുന്ന് അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി. അത് അവരുടേതായിട്ടുള്ള ഒരു കഴിവ് അവർക്ക് പുറത്തെടുത്തിട്ട് ചെയ്യാൻ പറ്റി. ആ ഒരു കോൺട്രിബ്യൂഷൻ മറ്റുള്ളവരെല്ലാവരും മുമ്പിൽ അത് പ്രദർശിപ്പിച്ചു. അപ്പോൾ അവർക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ് എന്നാണ് അവരത് നമുക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അന്ന് അവിടെ ഇടം നടത്തിയ സമയത്തും. പിന്നെ പരസ്പരം എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുന്നത് കുറേ നാൾക്ക് ശേഷമാണെന്ന് അവർ പറഞ്ഞു. എല്ലാവരും അങ്ങനെ ഒന്നിച്ചിരിക്കാറില്ല. അപ്പം ഒന്നിച്ചിരി ഒരു അവസരം കിട്ടി. മൊത്തത്തിൽ പ്രശ്നങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും അതെങ്ങനെ ഒരുമിച്ച് നമുക്ക് അവർക്ക് തന്നെ ഒരുമിച്ച് സോൾവ് ചെയ്യാന്നുള്ളതിനൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്നൊക്കെ അവർ ഫീഡ്ബാക്ക് പറഞ്ഞു. മൊത്തത്തിൽ ഹാപ്പി കേരളം എന്ന പദ്ധതിയിലൂടെ എക്സാക്റ്റ് നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് അത് തന്നെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതായിരുന്നു അവർ തന്ന ഫീഡ്ബാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെ, വെരി ഗുഡ്. അപ്പം എന്തായാലും ഈ ഒരു പദ്ധതിയുടെ ആരംഭം
സന്തോഷത്തിലും അടിപൊളിയായിട്ടുള്ളൊരു ഹ്യൂജ് സക്സസിലും ആണെങ്കിൽ ഇനി അതിലും ഗംഭീരമായിട്ടുള്ളൊരു വിജയത്തിലേക്ക് തന്നെ പോകട്ടെ എന്ന് നമ്മളും ഏറ്റവും ഇഷ്ടത്തോടു കൂടിയും ഏറ്റവും പ്രതീക്ഷയോടു കൂടിയും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായും. സോ ഡെഫിനറ്റ്ലി നമ്മൾ ഇന്ന് കുടുംബശ്രീയുടെ പദ്ധതികളായിട്ടുള്ള സ്നേഹിത, അതുപോലെ തന്നെ ഹാപ്പി കേരളം, ഹാപ്പിനെസ് സെന്റർ എന്ന പദ്ധതികളെ പറ്റിയിട്ട് കൂടുതൽ ഇന്നത്തെ SK ജംഗ്ഷനിൽ അറിഞ്ഞു. ആൻഡ് നമ്മുടെ ആവശ്യകത എവിടെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ആൻഡ് ഡെഫിനറ്റ്ലി കുടുംബശ്രീയെ നമ്മളെല്ലാവരും സമീപിക്കണം. അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിലും, ലൈക്ക് ഏതൊക്കെ തരത്തിലുള്ള ആവശ്യങ്ങളാണ് നമ്മളിൽ ഉള്ളതെങ്കിലും അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരിക്കും എന്നുകൂടിയാണ് നമുക്ക് പറയാനുള്ളത്. സോ സ്നേഹിതയുടെ നമ്പർ ഞാൻ ഒന്നുകൂടി പറയാണ് കേട്ടോ, 9496346684. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആവശ്യങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ കുടുംബശ്രീ വേറെ ലെവലാണ് എന്നുള്ള എപ്പിസോഡ് തുടങ്ങുന്നതേ ഉള്ളൂ. ഇനിയും നമ്മൾ കുറേയധികം പദ്ധതികൾ SK ജംഗ്ഷനിലൂടെ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലൂടെ പറഞ്ഞിരിക്കും. ആൻഡ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് എന്നോടൊപ്പം തന്നെ ഈ 2 മണിക്കൂർ അടിച്ചു പൊളിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്ന 2 പേരാണ് കേട്ടോ. നിങ്ങൾ എൻജോയ് ചെയ്തോ? യെസ്, ഓഫ് കോഴ്സ്. തീർച്ചയായും. അതെ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ നമ്മളെ സേവനങ്ങളും നമ്മൾ ചെയ്ത കാര്യങ്ങളും മറ്റുള്ളവർക്ക്. കാരണം കുറെ ആൾക്കാർ അറിയാണ്ട് പോകുന്നുണ്ട്, അവർക്ക് ലഭ്യമാവേണ്ട പല സേവനങ്ങൾ കിട്ടാണ്ടും പോകുന്നുണ്ട്. അപ്പൊ അതിലോട്ട് എത്തിക്കാൻ നിങ്ങളൊരു മീഡിയ ആയതിൽ നമുക്ക് വളരെ സന്തോഷം. ഓക്കെ, അപ്പൊ എന്തായാലും ഏറ്റവും സന്തോഷത്തോടു കൂടി നമ്മൾ ഇന്നത്തെ SK ജംഗ്ഷൻ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും താങ്ക്സ് പറയുന്നു നമ്മുടെ സ്വന്തം അടിച്ചിറ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിലെ സർവീസ് പ്രൊവൈഡർമാരായിട്ടുള്ള റീമ മാമിനോടും ജിത മാമിനോടും. സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഏറ്റവും തിരക്കുള്ള ഒരു സമയം കൂടിയാണെന്ന് നമുക്കറിയാം. എങ്കിലും എന്താണ് സ്നേഹിത അല്ലെങ്കിൽ എന്താണ് ഹാപ്പി കേരളം എന്ന് നമ്മൾ എല്ലാവരെയും പഠിപ്പിച്ചു തരാൻ ആക്ച്വലി നിങ്ങൾക്കാണ് സാധിച്ചത്. ഇനിയും കുറേ അധികം പദ്ധതികളായിട്ട് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാനായിട്ട് പറ്റട്ടെ എന്നും ഞാൻ ആശിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് കേട്ടുകൊണ്ടേയിരുന്നോളൂ, ഇനിയും കലക്കൻ പരിപാടികൾ വരുന്നുണ്ട്. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെ ഉണ്ടായിരുന്നത് അന്ന. 89.6